വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസവും ചെല്ലുന്തോറും ഓരോരുത്തർക്കും ഓരോ സംശയം. ഇന്നൊരു വിദ്യ ചോദിച്ചിരിക്കുക, സാറേ, ഈ ഈ മദ്യപാനം വർദ്ധിച്ചു വരികയാണ് സ്ത്രീകളുടെ എന്നാ പറയുന്നത്. ഈ സിനിമാ രംഗത്ത് മദ്യപാനമുണ്ടോ? ചില സ്ത്രീകളൊക്കെ വളരെ പുരോഗതിയിലേക്ക് വന്നുകൊണ്ട് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം, ഒരു ജന്മമല്ലേ ഉള്ളൂ ഒക്കെ പറയുന്നത്. ഈ സിനിമാ രംഗത്ത് ഈ മദ്യപാനം കിടപ്പറ എന്നൊക്കെ പറഞ്ഞ സത്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചിരിക്കാതെ എന്ത് പറയും? എടോ, ഇത് എല്ലാ രംഗത്തും ഉണ്ട്. സിനിമ മാത്രമല്ല, രാഷ്ട്രീയം, ജീവിതത്തിലെല്ലാം ഉണ്ട്. ജോലിക്ക് പോകുന്ന ആൾക്കാരില്ലേ? മനുഷ്യന്റെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും അവരവരുടെ ഇഷ്ടം പോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചോദിച്ചു തെച്ചി രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. നടന്ന സംഭവമാണിത്. അത് പ്രിയദർശന്റെ ഒരു സിനിമ ഞങ്ങൾ മംഗലാപുരത്ത് ഷൂട്ടിംഗ് നടക്കണം. മോഹൻലാലുണ്ട്, മുകേഷുണ്ട്, പ്രധാന നടിയുണ്ട്. നടിയുടെ പേര് പറയുന്നില്ല, കാരണം പ്രശ്നമാണ്, അതുകൊണ്ട് നടിയുടെ പേര് പറയുന്നില്ല. സുകുമാരി ചേച്ചി എല്ലാം ഉണ്ട്. അപ്പൊ നടി പുതുമയാണ്, ശ്രീലങ്കൻ പാരമ്പര്യമുള്ള ഒരു നടിയാണ് ഉള്ളത്. ഒരു പാവം തോന്നും. അപ്പൊ എനിക്കൊരു ഇന്റർവ്യൂ എടുക്കണം. ആ ഷൂട്ടിംഗ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പ്രിയോട് ഞാൻ പ്രിയ, എനിക്ക് ആ നടിയുടെ ഒരു ഇന്റർവ്യൂ കിട്ടണം. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തന്നെ വേണോ എന്ന് ചോദിച്ചാൽ ആ സ്ത്രീ സന്ധ്യയായ മദ്യപിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ എങ്ങനെ ഒരു കാര്യം ചെയ്യും, ഈ ഷോട്ട് ആയിട്ട് ഞാൻ അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്ക് മുകേഷ് പറയാ, അതെ, അവിടെ 2 പെഗ് അടിച്ചോട്ടെ. പെഗ് അവൾ വയലന്റ് ആവും. നമുക്കോ ഇയാൾ ചീത്ത പറയാൻ പറ്റില്ല. ആ 2 പെഗ് അടിച്ചിട്ട് അവള് ഇയാൾ ചീത്ത പറഞ്ഞോട്ടെ എന്ന് മുകേഷ് പറയുക. അപ്പൊ ഞാൻ പറഞ്ഞു, മുകേഷേ, ഈ വേല കയ്യിൽ വെച്ചാൽ മതി. എന്നെ ചീത്ത പറഞ്ഞാല് ഞാൻ ആരെയും ചീത്ത പറയില്ലെന്ന് അറിയാലോ. നോക്കട്ടെ വിദ്യ, നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. അപ്പൊ പ്രിയ പറഞ്ഞു, ഷോട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു, ശരി. അപ്പൊ ഫേമസ് ഫിലിം വീക്കിലാണ് ഇവർക്ക് പരിചയപ്പെടുത്തി ഈ കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അവർ ഹോട്ടലിൽ പോയി. ഞാനും ഫോട്ടോഗ്രാഫർ കൃഷ്ണൻകുട്ടി വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ബീച്ച് ഫ്രഷ് ആവട്ടെ. ഒരു ഫ്രഷായി മേക്കപ്പ്. അപ്പോൾ അവരോട് പ്രിയ പറഞ്ഞില്ല, ഒരു കാര്യം ചെയ്യണം, അവൾ മദ്യപിക്കാതെ നോക്കണം. എന്നെ തെറി പറയരുത്. മദ്യപിച്ച് കഴിഞ്ഞാൽ അവൾ പറഞ്ഞതിന് എന്നെ കുറ്റപ്പെടുത്തുമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സാർ, അപ്പോൾ ഞാൻ പറഞ്ഞു, മേഡം, ഈ മദ്യപാനത്തിനൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ കഴിക്കുന്നില്ല. കാരണം പ്രിയൻ സാറ് ഏർപ്പാട് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ, മാത്രമല്ല നമ്മൾ പത്രികയുടെ ആൾക്കാരല്ലേ. ആശ്വാസമായി. അപ്പോൾ അവർ കഴിക്കില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ കഴിക്കില്ല എന്ന് മനസ്സിലായി, തെറി വരില്ല എന്ന് മനസ്സിലായി. സ്വാതന്ത്ര്യം ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. മോഹൻലാലിനെ കുറിച്ച് ചോദിച്ചു. മോഹൻലാൽ നല്ല അഭിപ്രായം പറയുന്നു. പ്രിയനെ കുറിച്ച് ചോദിക്കുന്നു. പ്രിയനെ കുറിച്ച് ഇന്ത്യയിലെ നമ്പർ 1 സംവിധായകനായി വരുമെന്ന് അവർ പറയുന്നു. വന്നു പറഞ്ഞില്ല, വരുമെന്ന് പറയുന്നു. മുകേഷിനെ കുറിച്ച് ചോദിക്കുന്നു. മുകേഷ് നല്ല ആർട്ടിസ്റ്റാണ്, പക്ഷേ അയാള് എന്തോ ഒരു ഗുരുത്വദോഷമുണ്ട് എന്താ പറഞ്ഞത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ശരിയാണ്. എങ്ങനെയാണ് ഈ നായിക നടി മുകേഷിനെ കുറിച്ച് ആപ്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം അത് കറക്റ്റാണ്. കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന നല്ല നടന്മാരിൽ ഒരാളാണ് മുകേഷ്. എന്തോ മുകേഷ് അങ്ങനെയുള്ള നടനായിട്ട് പോലും വിചാരിച്ചതിൽ എത്തിയിട്ടില്ല. അതിനൊരു കാരണം പറയാൻ കാരണം പ്രിയദർശൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, മുകേഷിന് പറ്റിയ റോള് കിട്ടിയാൽ മുകേഷ് മാത്രമേ എടുക്കുള്ളൂ. മുകേഷിന്റെ റോളിൽ വേറെ ആൾക്ക് അഭിനയിക്കാൻ പറ്റില്ല. അത് പല പടങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു, ഇന്റർവ്യൂ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അവസാനം ഞാൻ ചോദിച്ചു, ഈ സിനിമാ രംഗത്ത് നിങ്ങൾ വ്യക്തിപരമായ കാര്യമാണ്, അത് ചോദിക്കുന്നത് ശരിയല്ലെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാതെ, നിങ്ങൾ മദ്യപിക്കുമോ? അവർ മദ്യപിക്കും. എന്താ പ്രശ്നം? മദ്യം എല്ലാവരും കഴിക്കുന്നതല്ലേ. അല്ല, മദ്യപിച്ച് കഴിഞ്ഞാൽ വയലന്റ് ആവും എന്ന് പറഞ്ഞു ശരി. വയലന്റ് ആകുമ്പോൾ ഇനി വയലന്റ് ആകും. മദ്യപിച്ചില്ലെങ്കിലും ഞാൻ വയലന്റ് ആകും. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ വയലന്റ് ആകും. അത് ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ. വേറൊരു കാര്യം, ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കരുത്, താല്പര്യമില്ല എന്ന് പറഞ്ഞേക്കണം. പക്ഷെ എനിക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടേണ്ട ആവശ്യമുണ്ട്. എന്താണ് ചോദിച്ചോളൂ. അല്ല, സാധാരണ മുമ്പൊക്കെ നമ്മൾ പാതിവൃത്യത്തെ കുറിച്ചാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വിവാഹശേഷം മാത്രമാണ്, വിവാഹം കഴിക്കുന്ന പുരുഷനോടൊപ്പം മാത്രമാണ് കിടക്ക പങ്കിടേണ്ടതെന്നൊരു ആചാരമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നടന്നു പോന്നിരിക്കുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് അതിന് വിരുദ്ധമായിട്ട് പലരും പറയുന്നുണ്ട്, ഇത് അവരുടെ സ്വാതന്ത്ര്യമാണ്, ഒരു ജന്മം മുഴുവൻ ഒരു പുരുഷന് അടിയറ വയ്ക്കേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞ് പല സ്ത്രീകളും വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്രയും ബന്ധങ്ങളിൽ, കിടക്കറ ബന്ധങ്ങളിൽ ആസ്വാദനം തേടി പോകാറുണ്ട്. അതൊക്കെ ശരിയാണോ? അപ്പൊ അവര് എന്നോട് ചോദിച്ചു, അതിനകത്ത് തെറ്റെന്താ? നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിൽ നിന്ന് അവിടുന്ന് ആഹാരം കഴിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് വേറെ ആഹാരം കഴിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ആളോട് സെക്സ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അത് തെറ്റായിട്ട് ഞാൻ കരുതുന്നില്ല. ബട്ട് അപ്പോൾ എന്താണ് ബട്ട്? അല്ല, ബട്ട് എന്ന് പറയാൻ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം തന്നെയാണത്. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞാലോ എന്ന് ചോദിക്കാം. അപ്പോൾ അവർ പറഞ്ഞു നെവർ.
വിവാഹം കഴിഞ്ഞാൽ എനിക്ക് കമ്മിറ്റ്മെന്റ് എൻ്റെ പാർട്ട്ണറോട് മാത്രമാണ്. അപ്പൊ ഇന്നലെകളെ കംപ്ലീറ്റ് മറക്കും. പിന്നെ ഇതൊക്കെ വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായ കാര്യങ്ങൾ ആസ്വദിക്കേണ്ട അവരുടെ ചുമതലയാണ്. ഇത് ചോദിക്കേണ്ടതല്ല, പറയേണ്ടതല്ല, ആസ്വദിക്കേണ്ടതാണ്. ഇത്രയും പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് വലിയ കാര്യമൊന്നുമല്ല പലരെയും സംബന്ധിച്ച്. ഇപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഇനി ആരോടും ചോദിക്കുന്നില്ല. പോരെ?